ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓപ്ഷൻ ഡി 1, 2, 3 ഇവയെല്ലാം ശരിയാണ്. 1. ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം ശരി. 1. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓപ്ഷൻ ബി 2, 3, 4 മാത്രം ശരി. 2. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. 3. ലോങ് മാർച്ചിന്റെ നേതാവായിരുന്നു. 4. 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി സ്ഥാനമേറ്റു. നാലാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓപ്ഷൻ ഡി 1ഉം 2ഉം 3 എന്നിവ മാത്രം ശരി. 1. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. 2. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. 3. വയനാട്ടിലെ കോൾക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. 5. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം എന്ന കൃതി എഴുതിയതാര്? ഓപ്ഷൻ എ ഉർവശി ഫുട്ടാലിയ. 6. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ സി ആക്സിയം 4. 7. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്ര ജലപ്രവാഹം. ഓപ്ഷൻ എ ഹംബൾട്ട് പ്രവാഹം. ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്നത്? ഓപ്ഷൻ സി മോൺട്രിയാൽ പ്രോട്ടോകോൾ. 9. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി സ്പാഡെക്സ്. 10. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി 1ഉം 2ഉം. 1. സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാവുന്നു. 2. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി മഹാനദി ഗോദാവരി ഡെൽറ്റ. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ. ഓപ്ഷൻ എ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. 13. നൽകിയിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. നഗരങ്ങളിൽ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. 14. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഓപ്ഷൻ ബി 10ാം പഞ്ചവത്സര പദ്ധതി. 15. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പൊ മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം
നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആഗോള മാറ്റങ്ങളുടെയും വിപണന ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. 16. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. 17. ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണ ഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ സി കർണാടക. 18. ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? ഓപ്ഷൻ എ അമർത്യ സെൻ. 19. ലേസസ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ്. ഓപ്ഷൻ ബി ആഡം സ്മിത്ത്. 20. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 1, 2, 3. 1. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വച്ചത് MN റോയ് ആണ്. 2. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. 3. ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26-നാണ്. 21. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏത്? ഓപ്ഷൻ ബി ആമുഖം. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ 4 മാത്രം. ഭരണഘടനയുടെ വകുപ്പ് 4 മുതൽ 12 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ് 4. 1, 2, 3 എന്നിവ ശരിയാണ്. 1. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. 2. ഭരണഘടനയുടെ ഭാഗം 4 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 3. ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള ഒരു മാർഗമാണ് ചിരകാലവാസം. 23. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ക്വാ വാറന്റോ എന്ത് അധികാരത്തിൽ? പ്രൊഹിബിഷൻ റദ്ദാക്കുക. 24. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങളിൽ. 25. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ഇന്ത്യൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. 2. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 3. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. 4. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 26. BNSSന്റെ പൂർണ്ണ രൂപം ഏത്? ഓപ്ഷൻ സി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. 27. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭ പദ്ധതി ഏത് വിഭാഗത്തിന്റെ ക്ഷേമത്തിനുള്ളതാണ്? ഓപ്ഷൻ ബി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി. 28. കേരള സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത് എന്നു മുതൽ? ഓപ്ഷൻ എ 2018. 29. 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി കേരളം. 30. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ഡേഷ് വർഷം രൂപീകരിക്കുകയും അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡേഷ് സ്ഥലത്തുമാണ്? ഓപ്ഷൻ ഡി 2007 തിരുവനന്തപുരം. 31. ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവച്ച രാഷ്ട്രപതി ആര്? ഓപ്ഷൻ സി APJ അബ്ദുൽ കലാം.
32 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു സ്ഥാപനമാണ്. ഓപ്ഷൻ ബി നിയമാനുസൃത സ്ഥാപനം. 33 അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻ എ മില്ലറ്റ് വില്ലേജ് പദ്ധതി. 34 മനുഷ്യന് രക്തക്കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത്? ഓപ്ഷൻ എ വിറ്റാമിൻ കെ. 35 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ ഡി ഏപ്രിൽ 7. ജൈവ വൈവിധ്യമെന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ്? ഓപ്ഷൻ ബി എഡ്വേർഡ് വിൽസൺ. 37 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത്? ഓപ്ഷൻ എ ഫീമർ. 38 മലേറിയ ഉണ്ടാക്കുന്ന രോഗാണുവേത്? ഓപ്ഷൻ സി പ്ലാസ്മോഡിയം. 39 താഴെ തന്നിരിക്കുന്നവയിൽ പോളിജനിക് പാരമ്പര്യത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി മനുഷ്യ ത്വക്കിന്റെ നിറം. 40 ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി ഇലക്ട്രോണിക്സിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ. 41 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഏത്? ഓപ്ഷൻ എ ഇന്ത്യ. 42 ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം ഏത്? ഓപ്ഷൻ സി വിസരണം. 43 25 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ ഭാരം എത്രയായിരിക്കും? ഓപ്ഷൻ ഡി 0. 44 കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുംബസ് എന്ന മർമ്മര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം. ഇതിന് കാരണം ശബ്ദത്തിന്റെ ഏത് പ്രതിഭാസമാണ്? ഓപ്ഷൻ എ അനുരണനം. 45 സ്പേസിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ ബി രാകേഷ് ശർമ്മ. 46 റഷ്യയിലെ വ്യോമതാവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേരെന്താണ്? ഓപ്ഷൻ എ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. 47 താഴെ പറയുന്നവയിൽ ജലത്തിന്റെ pH മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണം ഏത്? ഓപ്ഷൻ സി സോഡിയം കാർബണേറ്റ്. 48 ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തം ഏത്? ഓപ്ഷൻ ഡി അമോണിയം നൈട്രേറ്റ്. 49 താഴെ പറയുന്നവയിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകം ഏത്? ഓപ്ഷൻ ബി ബിസ്മത്ത്. 50 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം? ഓപ്ഷൻ സി ആൻഷിഗഡ്. 51 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആര്? ഓപ്ഷൻ സി എയ്ഡൻ മാർക്രം. 52 ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1, 3 മാത്രം ശരി. 1 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. 3 ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. 53 എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 1ഉം 2ഉം ശരിയായവയാണ്. 1 കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം.
2. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. 54. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്. 1. തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. 2. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവം. 3. വിഷു പുതുവർഷാരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു. 55. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. ഓപ്ഷൻ ഡി 2 മാത്രം. PR ശ്രീജേഷ്, മനു ഭാക്കർ. 56. KR മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ 3 മാത്രം. ഉൾപ്പെടുന്നവ 1, 2. ആരാച്ച, മീര സാധു, ആ മരത്തെയും മറന്നു മറന്നു ഞാൻ, ആവേ മരിയ, ഓർമ്മയുടെ ഞരമ്പ്, ഗില്ലറ്റിൻ. 57. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2. 2025 മെയ് 7 ആയിരുന്നു ഇത് നടന്നത്. 3. ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര, വ്യോമ, നാവിക സേനകൾ പങ്കെടുത്തു. 58. UN സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിംഗ് 2025 ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2 മാത്രം. 1 ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്, 2 രണ്ടാം സ്ഥാനം സ്വീഡൻ. 59. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. സോഫ്റ്റ്വെയറിന്റെ കോമ്പീസ് വിതരണം ചെയ്യുന്നതിനുള്ള ഫ്രീഡം ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ഫ്രീഡം ടൂൾ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2. ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ച് നോക്കി വാങ്ങുവാൻ കഴിയുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർവെയർ എന്ന് പറയുന്നത്. GNU ലിനക്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. 60. താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി 3 മാത്രമാണ് ശരിയല്ലാത്തത്. 1, 2 എന്നിവ ശരിയാണ്. 1. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റാൻ മോഡം ഉപയോഗിക്കുന്നു. 2. സിഗ്നലുകളെ പുനർനിർമ്മിക്കാൻ വേണ്ടി റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കുന്നു. 61. വിത്തുകളുടെ ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവസ്ഥാനത്തിൽ നിന്നൊരു കർഷകന് എത്തുന്നതുവരെ പൂർണ്ണമായി പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റം ഭാരത സർക്കാർ 2023 തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര്? ഓപ്ഷൻ എ സാദി. 62. സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിസ്ഡിക്ഷൻ പരിധികൾ മറികടന്ന് ഓൺലൈനായി FIR നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭം? ഓപ്ഷൻ സി E0FIR. 63. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ പേൽ. 64. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി മാത്രം നടപ്പിലാക്കിയ നിയമ നിർമ്മാണം? ഓപ്ഷൻ എ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007. 65. താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം. ജീവനും സ്വത്തിനും അപകടകരമായ വസ്തുക്കളുടെ വിപണനത്തിനെതിരെ സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം, അന്യായമായ വ്യാപാര രീതിക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. 66. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത്. 67. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കിയ വർഷം? ഓപ്ഷൻ സി 2012. 68. താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ഓപ്ഷൻ എ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1992. 69. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ
ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത്? ഓപ്ഷൻ സി ദുരന്ത നിവാരണ നിയമം 2005. 70. 2025 ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ ബി പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന. 81. Give the correct verb form. 700 rupees dash too much for this saree. Option A is 700 rupees is too much for this saree. 82. Choose the best antonym for 35. Thrifty. Choose the best antonym for thrifty. Option B extravagant. 83. Remember to switch off the fan. Choose the appropriate tag. Option A won't you. 84. Choose the correct preposition. We celebrate Independence Day dash 15th August. Option B on. We celebrate Independence Day on 15th August. She was mending socks. Choose the correct passive form. Option C socks were being mended by her. But here the meaning of the idiom at 6 and 7 is? Option B in a state of confusion. 87. Choose the correctly spelled word. Option A circumlocution. 88. Mrs. Kamala said to Raju, place the dishes on the table. Choose the most appropriate indirect speech. Option A Mrs. Kamala asked Raju to place dishes on the table. 89. The meaning of the word alma mater is? Option B the university, school or college that one formerly attend. So Nora, I can't dash my roommate's messiness. Option B put up with. 91. ഓശ എന്ന വാക്കിന്റെ സമാനാർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി ശബ്ദം. പക്ഷി എന്നർത്ഥം വരാത്ത പദം? ഓപ്ഷൻ സി ദ്വിജം. വിഹഗം, പത്രി, ശകുന്ത എന്നിവ പക്ഷി എന്നർത്ഥം വരുന്ന പദങ്ങളാണ്. 93. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം? ഓപ്ഷൻ എ പ്രേഷകൻ. 94. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഏത്? ഓപ്ഷൻ എ ഗുരുക്കൾ. 95. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി മഡയൻ. 96. കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏത്? ഓപ്ഷൻ സി ആകാശക്കോട്ട. 97. സർവജ്ഞൻ എന്ന വാക്കിന്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി കിഞ്ചിജ്ഞൻ. 98. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക. ഓപ്ഷൻ ഡി പൊൽക്കുടം. 99. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ ഏടുകെട്ടുക. 100. ശ്വശുരൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഏത്? ഓപ്ഷൻ ബി ശ്വശ്രു.